ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഓണം സെലിബ്രേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ലോണം റെഡിയൊക്കെ ആയപ്പോൾ ഫാസ്റ്റ് പറഞ്ഞു എന്നാൽ നമുക്കിതൊരു വ്ളോഗ് ആക്കാമെന്ന്. ഞാൻ ഒരു ദാവണി പോലെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം കേട്ടോ. ഫാസ്റ്റിനെ കാണിച്ചു തരാം. ആദ്യം ഫാസ്റ്റും സെയിം കളർ കുർത്തീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ നെയ്ബർ പറഞ്ഞു ഒരു പൊട്ടും കൂടി തൊട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നാൽ പോണ വഴിക്ക് ഒരു പൊട്ടും കൂടി നോക്കാമെന്ന് പറഞ്ഞു. എത്താറായി. ഒരു 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര മണിയായി? 12:30 മണിയായി. റെഡിയൊക്കെ ആയി വന്നപ്പോൾ ഈ ഒരു ടൈമായി. പിന്നെ ഫാസ്റ്റ് ഇപ്പോഴാട്ടോ അല്ല ഫാസ്റ്റ് 9 മണിയായി. ഫാസ്റ്റ് വീട്ടിലെത്തിയപ്പോൾ ചെന്നൈയിൽ പോയിക്കായിരുന്നു. 3 days ആയിട്ടും അവിടെ ആയിരുന്നു വർക്ക്. അപ്പോൾ മുമ്പിലെത്തിയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ അറിയാലോ. അപ്പോൾ പൊട്ട് നോക്കി പോവാണ്. അത് നോക്കാം ഫസ്റ്റ്. അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ ഫാസ്റ്റിന് കണ്ടിന്യൂസ് കോൾ വരും. അവിടെ കുറെ പരിപാടികൾ എന്തൊക്കെയോ ഉണ്ട്. മറ്റേ കസേര കളി കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ കൊടം തല്ലല്ലോ, ഓർമ്മയുണ്ടോ? അതിൻ്റെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഇട്ട് കാണിച്ചു തരാട്ടോ. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്ത് ഫാസ്റ്റിന് ഭയങ്കര കോമഡി ആയിരുന്നു. കൊടം തല്ലല്, മറ്റേ കണ്ണ് കെട്ടിയിട്ട്, പിന്നെ കസേര കളി ഉണ്ടായിരുന്നു, വടംവലി ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാത്തിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കാണിച്ചു തരാം. ഇതിനിപ്പോ അതുപോലത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ അവര് അവിടെ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതാണ് ഞങ്ങളോട് വേഗം വാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ബാക്കി അവിടെ ചെന്ന് നോക്കാം. തകർത്തോണം, ഇതാണ് ക്യാപ്ഷൻ. എടാ ആദി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടോ. റീടെസ്റ്റാർ
ക്ലാസ്സിന്റെ പടി തുടങ്ങി. ഇതെന്തത് മോര് കറിയോ, സാമ്പാറ്, തെരി, പായസം, ശർക്കര പായസം. പപ്പടം, പഴം, പഴം, ലാക്ടോസ് ഇൻടോളറൻസ്. സാമ്പാർ, പരിപ്പ്, എരിശ്ശേരി, പുളിങ്കറി, ഇതെന്താന്നറിയില്ല. ഇതെന്തോ അവിയല്, ഇതും വേറെന്തോ. കല്യാണത്തിന് കൂടി ഇങ്ങനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും പീസ്ഫുൾ ആയിട്ട് വിട്ടിരിക്കുന്നത് ആരും വൈദ്യവരെ എങ്ങനെയുണ്ട്? ഇല്ല, സ്ട്രോ വെച്ചിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തോറ്റ തോറ്റ മര്യാദക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നല്ലേ. നീ പായസം കുടിച്ച? അടിപൊളി അടിപൊളി. ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, ഫുള്ളായി. പായസം കഴിച്ചോടുകൂടി ഇവിടെയായിരുന്നു നമ്മൾ ടേബിളൊക്കെ ഇട്ട് സദ്യ കഴിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പോവാം. മറ്റേ താഴെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിലാണ് ഇവരുടെ നമ്മൾ വടംവലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ, ബാക്ക് സൈഡാണ് ഇവരുടെ ഗ്രൗണ്ട്. ഇവിടെയാണ് നമ്മളിപ്പോൾ വടംവലി ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി എല്ലാവരും പോവാം, പ്രിപ്പയർ ചെയ്യുക അതിന്. സറു ഏത് ടീമാ? നമ്മുടെ ടീമല്ലേ? ആ നമ്മുടെ ടീമാ. യെസ്. മണിയല്ല ടീം. ഏത് ടീം ജയിക്കുന്നതായിട്ട് ഓടിപ്പോ. ആ നല്ല. ഇത് ഞാൻ പെയിന്റ് ചെയ്തതാട്ടോ. ചുമ്മാ ഞാൻ ഫസ്റ്റ് ഒരു സ്പൈഡർമാനെ വരച്ച്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൽക്ക് വരച്ചു. ഫാബ്രിക് പെയിന്റ് വെച്ച് ചെയ്തതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതെ, ഒരു സോണിക്ക്. ഇവന് ഫുള്ള് ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സ് ഫാനാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സോണിക്ക് വന്നു. സോണിക്ക് അവഞ്ചേഴ്സ് അല്ല. എങ്ങനെയുണ്ട്? സാധാരണ പെൺകുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ അമ്മമാർ പൂവും കാര്യങ്ങളൊക്കെ വെക്കില്ലേ, അതേപോലെ നമുക്ക് നമ്മുടെ ആൺകുട്ടികളുടെ ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാന്നേ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അവൻ്റെ സോക്സ് വരെ ക്യാപ്റ്റൻ അമേരിക്കയാണ്. സോക്സ് കാണിച്ചു കൊടുക്കുക, ഷൂസ് ഇട്ടേക്കുക, നമുക്ക് കാണിച്ചു കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം വടംവലിക്ക് കൈ നോക്കണേ, കയ്യിൽ ഫുള്ള് നാര് കയറിയിട്ട് വേദനയായിരുന്നു. എന്താവോ ആവോ. ഇവിടെ ഈ ബാക്കിൽ നിൽക്കുന്ന സാധനം കണ്ട, ഇവൻ ഒരുത്തം മതി കളി ജയിക്കാൻ. അവൻ ജിമ്മിലൊക്കെ പോയി ഫുള്ള് ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനേക്കാളും ശക്തി അവൻ ഈ സൈഡ് നിങ്ങൾ കണ്ടോട്ടെ, ഈ സൈഡായിരിക്കും വിജയിക്കാൻ പോകുന്നത്.
ലൈന് കെട്ട് ആ സെൻട്രാണ് ലൈന്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുകയാണ്. ഈ പ്രാവശ്യം ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഫയാസ് ആണ് വിജയിച്ചിരിക്കുന്നത്. ഫയാസ് ആൻഡ് ടീം. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ആര് വിജയിക്കുന്നു നോക്കാം. ഇനി ഒരു ടൈ ബ്രേക്കർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് കൂടി പോകേണ്ടി വരും. ലെറ്റ്സ് സീ. നമുക്ക് ഇല്ലേ അതന്നെ. ഇവര് ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ സൈഡ് തന്നെ ഈ സൈഡിൽ നിന്നവരാണ് ജയിച്ചത്. ഇപ്പൊ ഇവര് സൈഡ് ചേഞ്ച് ചെയ്ത്. പക്ഷെ കണ്ടോ, ഇവ തന്നെ ആയിരിക്കും ജയിക്കണ. കാര്യം ഇവൻ ഒരുത്തം മതി ഇവിടെ ജയിക്കാനായിട്ട്. കണ്ടോ, Our team MVP, most valuable person, man of the match. ഞാനപ്പോഴേ പറഞ്ഞിരുന്നു വീഡിയോയില് ഫയാസ് നിൽക്കുന്ന സൈഡായിരിക്കും ജയിക്കണമെന്ന്. കറക്റ്റ് ആയില്ലേ? അതിനൊന്നുമില്ല, അവിടെ മതി. കാറ്റ് വന്നിട്ട് സീനാണ് ഗൈസ്. ഇത്ര നേരം വെയിലുണ്ടായിരുന്നില്ലേ, ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വെയില്. അപ്പോൾ ഇതുണ്ടോ, കാറ്റും ഇതും ഷോളും ഫുള്ള് കൂളായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ പ്രോഗ്രാമിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബെറിങ് യുവർ ടൈം ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ ദി ഗെയിംസ്. അപ്പോൾ നമ്മൾ എല്ലാവരും എഫേർട്ട് എടുത്ത് കളിച്ച എല്ലാവർക്കും, കളിച്ചതിൽ ചിലർ തോറ്റ് ചിലർ ജയിച്ചു, സ്വാഭാവികം. സ്വാഭാവികം സ്വാഭാവികം. ജയിച്ച് എഫേർട്ട് എടുത്ത് കളിച്ച് ജയിച്ച് പങ്കെടുത്ത എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാജുലേഷൻസ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഫൈനലായിട്ട് വന്ന വിന്നേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് വിന്നേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഫാസിക്കാനെ ഇൻവൈറ്റ്. പഴയ കാരണന്മാര് ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഗെയിമായ മ്യൂസിക്കൽ ചെയറിലെ വിന്നർ പ്രശാന്ത്. ഫോട്ടോ. നമ്മുടെ സകലകല ലെമൺ സ്പൂൺ വിന്നറായ ലിക്കുമോൻ. ഒരു വീട്ടിലേക്കാണെന്ന് സംസാരിക്കുന്നതാണ്. ഈ വിജയത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. എന്താണ് സന്തോഷം? നമ്മളുടെ ഒരു ടീം ഐറ്റം
അതിലിപ്പോ ടീമിലെ രണ്ട് ടീമിലെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഗ്രൂപ്പായിട്ട് ഇതിൽ പങ്കെടുത്തത് എല്ലാവരും വിളിച്ച് നമ്മൾ കൊടുക്കാണ്. ഫസ്റ്റ് അലൻ ബ്രോ വരും. റഷീദില്ല. അപ്പൊ അലൻ ബ്രോ രക്ഷിതിന്റെ അടുത്തേക്ക് അടുത്തതായിട്ട് വീണ്ടും എന്താ പറയാ അൾട്ടിമേറ്റ് ഡിയോ വിഘ്നേഷൻ പറയുമോ നമ്മുടെ വടംവലി ടീമിനായിട്ടുള്ള സമ്മാന വിതരണമാണിത്. വടംവലി ടീമിലെ വിജയിച്ച ഞാൻ അവിടെ ഇരുന്ന് virtually all in all. Big thank you to Cesar from everybody. Big hand for Cesar. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ദിസ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ വിതൗട്ട് Thank you all for participating. Hope you enjoyed. We enjoyed putting it across. അല്ലേ? അപ്പോൾ ഹാപ്പി ഓണം. Happy Onam. ഗൈസ് ഫുൾ നിങ്ങൾ ഇത്രയും നേരിട്ട് എൻ്റെ ഫുൾ ഡ്രസ്സ് കണ്ടില്ലല്ലോ. ഇത് എൻ്റെ ഒരു ലാച്ചയുടെ സ്കേർട്ടാണ്. ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ആൻഡ് ഒരു ദുപ്പട്ട വെച്ചിട്ട് ചുമ്മാ ഒരു ധാവണി പോലെ. ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കുർത്തീസ് എടുത്തതാണ് കേട്ടോ. ഈ ആദിയുടെ മുണ്ടിൽ ഇതാ ഞാൻ പെയിൻറ് ചെയ്തത്. അത് കാണിച്ചാൽ മതി. ഫുൾ പൊക്കണ്ട. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് ചലിക്കുകയാണ്. സദ്യ കഴിച്ചതിൻ്റെയും പിന്നെ നമ്മുടെ പായസം കുടിച്ചതിൻ്റെയും നല്ല രീതിക്ക് കിക്കായി ഉറക്കം വന്നിരിക്കുകയാണ്. എല്ലാത്തിനും വടംവലി തന്നെ സീനായിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ഭയങ്കരമായിട്ട് തളർന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.